ഹായ്, നമ്മളിന്ന് ചിക്കിട്ടിൻ്റെ സോങ് റിയാക്ഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ സൺ നെക്സ്റ്റ് ആണ്, സൺ ടി വി ആണ്. കോപ്പറേറ്റ് അടിക്കുമോ അല്ലേന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും മാക്സിമം വോളിയം കുറച്ച് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ കേൾക്കണേ. ഇടയ്ക്ക് പോസും പ്ലേ ഒക്കെ ഉണ്ടാവും. ഇതൊരു മ്യൂസിക് വീഡിയോ ആണ്, അതായത് ഒഫീഷ്യൽ വീഡിയോ അല്ല, സിനിമയ്ക്കകത്ത് വേറൊരു വേർഷനാണ്. രജനീകാന്ത്, എനിക്ക് രജനീകാന്തിന് ഭയങ്കര ഇഷ്ടമുള്ളത് ഞാൻ പറയാം. പിന്നെ അനിരുദ്ധാണ് കമ്പോസ് ചെയ്തിരിക്കുന്ന, സബ് ടൈറ്റിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കാണാൻ ഏകദേശം നോക്കുകയാണെങ്കിൽ 4 മിനിറ്റ് മുതൽ 17 സെക്കൻഡ്. അപ്പോൾ കണ്ടിട്ട് ബാക്കി സംസാരിക്കും. സൺ പിക്ചേഴ്സ്, പേടിയാവുണ്ട് സൺ പിക്ചേഴ്സിനെ കേൾക്കുന്നത്. ജോലിക്കാർ, അതാണ് കൂലി എന്ന് തോന്നുന്നു. പറഞ്ഞൊക്കെ തലയൊക്കെ പണണോ തീയാ ഇരിക്കുമെന്ന്. ഓ, രാജേന്ദ്ര, ടി രാജേന്ദ്ര. ഓ, തോന്നി ടി രാജേന്ദ്ര ആയിരുന്നു. ഈ ടി രാജേന്ദ്രൻ അറിയാത്തവരാണെങ്കിൽ സിലംബ്രസന്റെ അച്ഛനാണ്. STRന്റെ TR അല്ലേ, ടി രാജേന്ദ്രൻ. പുള്ളിയുടെ ഒരു ഇന്റർവ്യൂവില് പുള്ളി ഇങ്ങനെ ധൂംതാ എന്ന് പറയണ്ട, അതാണ് സംഭവം സിനിമയിൽ കാണിക്കുന്നത്. സ്റ്റെപ്പാടാ. ഓ, അണ്ണ എത്തി. മോനെ, ഞാനൊരു കാര്യം പറയും, ഇതൊക്കെ തിയേറ്ററിൽ വേറെ ലെവലായിരിക്കട്ടെ. എന്തൊക്കെ തിയേറ്ററിൽ ഇത് ആഘോഷമായിരിക്കപ്പെടാം. എനിക്ക് ബോസ് கிடையாது. ഐ ആം മൈ ബോസ്. ചിക്കിട് വൈബല്ല, വേറെ ലെവല് വൈബ്. കാര്യം പറയാം, ആൻഡ്രൂ നല്ലോണം ഈ രജനീകാന്തിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഓഗസ്റ്റ് 14 ഇത് പൊളിക്കും, തിയേറ്റർ കത്തിക്കും ഈ പാട്ട്. എന്താ പിന്നെ ഒരു വിൻറ്റേജ് രജനീകാന്ത്. ഇത് എനിക്ക് തോന്നുന്നു ഈ സ്ലോ പോയ്സ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു പാട്ട്. പതുക്കെ ഒരു വൈബിലോട്ട് വരും. എങ്ക വണ്ണം കെട്ടുക്കോ എങ്ക വണ്ണ പാത്തുക, അതായത് രജനീകാന്ത് ആരാണ് ഇത്. മോനെ, വിഷയം ആയിരിക്കട്ടെ. ഓ, കൂലിയൊക്കെ സൊല്ലിക്കോ. ഓ, അണ്ണൻ ഇടയ്ക്ക് അണ്ണനെ കാണിക്കട്ടെ. ഓ, സ്റ്റെപ്പാണ് അതിന്. രജനീകാന്തിന്റെ ഒരു സിഗ്നേച്ചർ സ്റ്റെപ്സ് ഇല്ലേ, പുള്ളി ചെയ്യുമ്പോൾ രസമുണ്ടാവും. അങ്ങനെ പറയുന്നത്. പിന്നെ നമുക്ക്
ഓരോ നടന്മാർക്കും ഓരോ സിഗ്നേച്ചർ സ്റ്റെപ്പ് ഉണ്ട്. ഇത് ഞാൻ ആ വൈബിലങ്ങ് ആയിപ്പോവാണ്. ഞാൻ ആലോചിക്കും ഈ പടം ഓഗസ്റ്റ് 14 എന്തായാലും അവസ്ഥയാണ്. ഇപ്പോൾ രാജേന്ദ്രന്റെ സ്ഥിരം വേഷം കെട്ടുണ്ടായി. ഓ സീൻ പാട്ടിട്ടാ, സീൻ പാട്ട് പറയാതിരിക്കാൻ പറ്റിയ സീൻ പാട്ട്. എന്തായാലും പൊളിച്ച്. കൂലി ഓഗസ്റ്റ് 14 കൺഫേംഡ് ഫസ്റ്റ് ഡേ FDFS. ഇത് ഞാൻ FDFS കണ്ടിരിക്കും, എന്തായാലും ഞാൻ കാണും. ഈ വളരെ ഇഷ്ടപ്പെട്ട പാട്ട്, നല്ല വൈബടേ. ഈ തിയേറ്ററിൽ എന്താ പാട്ട്, വിൻറ്റേജ് രജനികാന്ത്. അതായത് ഇപ്പോഴത്തെ പഴയ അനിരുദ്ധിനെയും കിട്ടി, വിൻറ്റേജ് രജനികാന്തിനെയും കിട്ടി. ആ പണ്ടത്തെ ഒരു സ്റ്റൈൽ പാടില്ല, ഞാൻ ഭാഷ പാട് ആ ഒരു സ്റ്റൈലിലുള്ള ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും ഐ ഹാവ് ഹൈ ഹോപ്സ് ഫോർ കൂലി. ബാക്കി സിനിമകളൊക്കെ അവസ്ഥ എന്തായാലും നമുക്കറിയാം, പക്ഷെ കൂലിയിൽ എനിക്ക് നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ട്. കൂലി നല്ലൊരു സിനിമയാവും, നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ ഐ ആം സാറ്റിസ്ഫൈഡ്, ഐ ആം വെയിറ്റിംഗ്. ഞാൻ എന്തായാലും ഇത് ഓഗസ്റ്റ് 14 ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾ പാട്ടിനെ കുറിച്ച് അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ ബൈ.